ജസ്റ്റ് കയ്യിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഒക്കെ മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്കിന്നിൽ ബിഹേവ് ചെയ്യുന്ന രീതി അതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലാബ് ബൈ ശ്യാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 മോയ്സ്ചറൈസേഴ്സ് ഇതെവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 മോയ്സ്ചറൈസേഴ്സിനെയും കുറിച്ചിട്ടുള്ളൊരു ചെറിയ കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയും. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറും നിങ്ങളുടെ സ്കിൻ ടൈപ്പും. ഓക്കെ, കമൻറ്റ്സ് നോക്കിയിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ ആ പ്രൊഡക്ട്സും നിങ്ങളുടെ സ്കിൻ ടൈപ്പും ഒക്കെ കൂടിക്കലർത്തിയിട്ട് കോസ്മെറ്റിക് സയൻസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള 2 മോയ്സ്ചറൈസേഴ്സാണ്. ഒന്ന് നിവ്യയുടെ ഡേ ക്രീം കെയറിങ് എന്ന് പറയുന്നൊരു മോയ്സ്ചറൈസറും, പിന്നെ ഒന്നെന്ന് പറയുന്നത് സിമ്പിളിൻ്റെ റീപ്ലനിഷിങ് റിച്ച് മോയ്സ്ചറൈസറും. ഓക്കെ, ഇത് രണ്ടും നോക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് മേടിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ വേണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിക്കണത്. അപ്പോൾ ഇത് രണ്ടും കണ്ടു, അപ്പോൾ നിങ്ങൾ ഏതായിരിക്കും മേടിക്കുക? എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? 2 മോയ്സ്ചറൈസറാണ്. രണ്ടിൻ്റെയും പ്രധാന ജോലി എന്ന് പറയുന്നത് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക, സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈനെസ് കുറയ്ക്കിയതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്തായിരിക്കും രണ്ടാമതായിട്ട് നോക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ചില മോയ്സ്ചറൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിച്ച് ആയിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു ഫീല് വരും. ചിലത് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ഓക്കെ, അപ്പം സ്കിന്നിനകത്ത് ഇരിക്കണ പോലെ തോന്നില്ല, നമുക്ക് പെട്ടെന്ന് അത് പോയി ലൈറ്റ് വെയിറ്റ് ആണല്ലോ എന്ന് തോന്നിപ്പോവും. അത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നതുകൊണ്ടാണേ. അപ്പം നിങ്ങളെങ്ങനെ മനസ്സിലാക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോമുലേഷനാണോ നല്ലത്, അല്ലെങ്കിൽ റിച്ച് ക്രീമായിട്ടുള്ള ഒരു ഫോമുലേഷനാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിവ്യയുടെ മോയ്സ്ചറൈസറാണ് ബെസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. കോസ്മെറ്റിക് സയൻസിൽ ബെസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു ഫോമുലേഷൻ ആർക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒരുമിച്ച് മനസ്സിലാക്കാം. ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കാൻ പാടില്ല. ഇൻഗ്രീഡിയൻസ് നോക്കണമെന്ന് ഞാൻ പറയാറുണ്ട്, പക്ഷേ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയാൽ പോരാ, ആ പ്രൊഡക്റ്റിൻ്റെ ഫീലും പെർഫോമൻസും കൂടെ നോക്കണം. അപ്പോൾ നമ്മുടെ 2 മോയ്സ്ചറൈസേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ കമ്പയർ ചെയ്യണതിന് മുന്നേ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മളിൽ മിക്കവാറും പേർക്കും അറിയാം, നമ്മൾ സ്കിന്ന് ഡ്രൈ ആകുമ്പോഴാണല്ലോ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പം പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതെ, ശരിയാണ്. നമ്മൾ സ്കിന്ന് ഡ്രൈ ആകുമ്പോഴാണ്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യണത്. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിലേക്ക് വെള്ളം കൊടുക്കുന്ന ആളല്ല, നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി വെള്ളമുണ്ട്, ജലാംശമുണ്ട്, വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ആ വാട്ടർ കണ്ടൻറ്റിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്കിന്നിൽ നാച്ചുറലി ഉള്ള വാട്ടർ എപ്പോഴും നിലനിൽക്കണം എന്നില്ല. സ്കിന്നിൽ നിന്ന് ചെറിയ അളവിലൊക്കെ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ട്, നമ്മളറിയാറില്ല. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഡ്രൈ വെതറിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഹാർഷായിട്ടുള്ള ഹോട്ട് കണ്ടീഷനിൽ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലെൻസേഴ്സൊക്കെ യൂസ് ചെയ്ത് സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആകുമ്പോൾ സ്കിന്നിന് വാട്ടർ കൂടുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയ പോലെയും ടൈറ്റ് ആയ പോലെയും ചിലപ്പോൾ റഫ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഈ മോയ്സ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഈ മോയ്സ്ചറൈസർ സ്കിന്നിന് വാട്ടർ കൊടുക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിന് ഉള്ള ഹൈഡ്രേഷൻ നിലനിർത്തും. അതുപോലെ സ്കിൻ ബാരിയറൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മുടെ മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മോയ്സ്ചറൈസറിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ രണ്ടും മോയ്സ്ചറൈസേഴ്സാണ്. പക്ഷേ ഒരേ കാറ്റഗറിയിൽ വരുന്ന 2 പ്രൊഡക്ട്സ് ആയാലും അതിൻ്റെ ഫോമുലേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫീൽ, ആ ടെക്സ്ചർ ഇതൊക്കെ മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്കിന്നിൽ ബിഹേവ് ചെയ്യുന്ന രീതി, അതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ് ഇതിനകത്ത് ബെറ്റർ എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീല് തരണേ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സിമ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഓക്കെ. സിമ്പിൾ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കണ്ടോ? ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്ത് പറഞ്ഞേക്കണ പോലെ തന്നെ ലൈറ്റ് ആണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി. ഓക്കെ. കണ്ടില്ലേ? ഇട്ടത് അറിയണ പോലുമില്ല. അത്രയും ഇതായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നിവ്യയുടെ നോക്കാം. നിവ്യയുടെ ഞാൻ ഇപ്പുറത്തെ കയ്യിലിടാം. ഓക്കെ. സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തേക്കണേ കേട്ടോ. നിവ്യയുടെ കണ്ടില്ലേ? നേരത്തെ ഞാൻ ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റൈറ്റ് ഹാൻഡ് നിവ്യയും ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയണത് നമ്മുടെ ഇതുമാണേ. ഇത് എത്ര പെട്ടെന്നാ ലൈറ്റായിട്ട് അല്ലേ, എത്ര പെട്ടെന്ന് ഞാൻ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് തന്നിട്ട് രണ്ടാമത്തെ ലെയർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും പോയി. പക്ഷെ നിവ്യയുടെ ഞാനിപ്പതേ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അബ്സോർബ് ആയിട്ടില്ല. കുറച്ച് ടൈം എടുത്തു. അതായത് കുറച്ച് ക്രീമിയും കൂടിയാണേ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയണത് കുറച്ച് ക്രീമിയാണ്. പിന്നെ ഇത് ടൈം എടുക്കുന്നുണ്ട് അബ്സോർബ് ആവാനായിട്ട്. രണ്ടും അബ്സോർബ് ആയിട്ടുണ്ട്. ഇത് നിവ്യ ആണെങ്കിൽ ഇത് നമ്മുടെ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സിമ്പിളിൻ്റെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു അല്ലേ. സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. സ്കിന്നിൽ വേഗം ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ നമ്മുടെ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. നിവ്യ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ റിച്ചർ ആയിട്ടുള്ളൊരു ഫീലാണ്. ഭയങ്കര സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു ക്രീമി ഫീലായിരുന്നു കിട്ടിയത്. സ്കിന്ന് കുറച്ച് നേരം ഒരു നറിഷിങ് ലെയർ ഉള്ള പോലെ തോന്നും. എനിക്കിപ്പോഴും ആ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു കട്ടിയുള്ള പോലെ എപ്പോഴും ഉണ്ട്. ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്ത പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ആയിരിക്കും കൂടുതലായിട്ട് സൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നണം? നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ളതാണോ കൂടുതൽ ഇഷ്ടം? കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീല് തീരുമാനിക്കണത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഫോമുലേഷനാണ്. ഇനി നമുക്ക് ഈ സിമ്പിളിൻ്റെ ഫോമുലേഷൻ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം സിമ്പിള് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. കാരണം ഒരു പ്രൊഡക്റ്റിനകത്ത് ഒരു 20 to 30 ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാവാം. അപ്പം ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റോളും ഉണ്ട്. ചില ഇൻഗ്രീഡിയൻസ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിലത് ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും. ചിലത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യും. pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. തിക്നേഴ്സായിട്ട്, ബൈൻഡേഴ്സായിട്ട്, ഇങ്ങനെയൊക്കെ പല പല ജോലികളാണ് ഓരോ ഇൻഗ്രീഡിയൻസിനുള്ളത്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ കോസ്മെറ്റിക് സയൻസിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനകത്തും ഗ്ലിസറിൻ ഉണ്ട്. ഇത് ഹ്യൂമക്റ്റൻ്റ് എന്ന് പറയുന്നൊരു സാധനമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഹ്യൂമക്റ്റൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ. അപ്പം ഗ്ലിസറിൻ ഒരു ഹ്യൂമക്റ്റൻ്റ് ആയിട്ടാണ് മോയ്സ്ചറൈസേഴ്സിലൊക്കെ വർക്ക് ചെയ്യണത്. ഇനി രണ്ടാമതായിട്ട് ഇതിനകത്തുള്ളതാണ് യൂറിയ. അപ്പോൾ പലർക്കും യൂറിയ എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കോസ്മെറ്റിക് ഗ്രേഡിലുള്ള യൂറിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡ്രൈ സ്കിന്നിനെ സേഫറാക്കി മാറ്റാനൊക്കെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. പാന്തീനോൾ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് ഇതിനകത്തുണ്ട്. വൈറ്റമിൻ B5 ആണ്, വൈറ്റമിൻ B5 ആണ്. അപ്പം ഈ ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യാനും ആ ഒരു സ്കിൻ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ബിസാബലോൾ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റ്. ബിസാബലോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. സൂത്തനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചില പ്രൊഡക്ട്സിലൊക്കെ ഇത് സെൻസിറ്റീവ് സ്കിന്നിന് ഓക്കെ ആണെന്നൊക്കെ കാണാറുണ്ടല്ലോ ചില പ്രൊഡക്ട്സിലൊക്കെ. യൂസ് ചെയ്യാമെന്ന് പറയുന്നതിലൊക്കെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിനെ കാണാനായിട്ട് പറ്റും. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ല. ഈ പ്രൊഡക്റ്റ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഈ ഫോമുലേഷൻ നോക്കുമ്പോൾ ഹൈഡ്രേഷൻ, സ്കിന്നിൻ്റെ ബാരിയർ പ്രൊട്ടക്ഷൻ, സ്കിന്നിൻ്റെ കംഫർട്ട് ഫീല്, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. അതുകൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് കംഫർട്ടബിൾ ഫീലിനും കാരണം അത് തന്നെയാണ്. അത് മേക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ഫോമുലേഷൻ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്ക് കൂടുതൽ പറ്റണേന്ന് അറിയാമോ? അപ്പം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓയിലി സ്കിന്നുള്ള ഒരാൾ
ഭയങ്കര തിക്കറായിട്ടുള്ള നിവ്യ പോലുള്ളൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ് ആവുക ചെയ്യുന്നത്. അപ്പം ഇത് ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആണ് ഈ സിമ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ നിവ്യയുടെ ഫോർമുലേഷൻ ഒന്ന് നോക്കാം. സിമ്പിളിന്റെ ഫോർമുലേഷനിനകത്ത് നമ്മൾ ഹൈഡ്രേഷനും സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കണ്ടത്. ഇനി നമ്മൾ നിവ്യയിലേക്ക് നോക്കുമ്പോൾ എന്താ വ്യത്യാസം നോക്കാം. ഇതിനകത്തും ഗ്ലിസറിൻ ഉണ്ട്. അതായത് ഹൈഡ്രേഷൻ നൽകാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് കോമൺ ആയിട്ട് ഗ്ലിസറിൻ ആണ്. അപ്പം രണ്ടിലും ഹൈഡ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ നിവ്യയിലുള്ളതാണ് സോഡിയം ഹൈലുറോണേറ്റ്. അതിനകത്ത് ഇതിന്റെ പുറത്തും എഴുതിയിട്ടുണ്ട് ഹൈലുറോണിക് ആസിഡ് ഉണ്ടെന്നുള്ളത്. അപ്പം ഹൈലുറോണിക് ആസിഡിന്റെ ഒരു സോൾട്ട് ഫോമാണ് സോഡിയം ഹൈലുറോണേറ്റ് എന്ന് പറയുന്നത്. സ്കിന്നിന്റെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈലുറോണിക് ആസിഡ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നാമോ ഇതുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും. കാരണം ഒരുപാട് പേര് ഇതിന് ഈ ഒരു പേര് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈ സ്കിന്നിന് ഇത് ഭയങ്കര അടിപൊളിയാണ്, ഫെയർ ആവാന്നെല്ലാം കുറേ ക്ലെയിംസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കോസ്മെറ്റിക് സയൻസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻഗ്രീഡിയന്റിനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മൊത്തം ഫോർമുലേഷന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഫോർമുലേഷനിൽ ഉള്ള വേറൊരാളെ നമുക്ക് നോക്കാം. അർഗൻ ഓയിൽ എന്ന് പറയുന്ന ഒരു ഇമോളിയന്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇമോളിയന്റ് ആയിട്ട് അർഗൻ ഓയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ അർഗൻ ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഷിയ ബട്ടർ. ഷിയ ബട്ടറും ഒരു ഇമോളിയന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മറ്റേതിനേക്കാളും ഇതിനകത്ത് കുറച്ചും കൂടെ ഓയിലും ബട്ടറും ഒക്കെ ഉണ്ട്. ഓക്കെ, മറ്റേതിനകത്ത് കൂടുതലും ഹൈഡ്രേഷൻ കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഇതിനകത്ത് ഉള്ള വേറൊരാളാണ് സെറ്റിറൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പം ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ആൽക്കഹോളൊന്നും അല്ല, ഇതൊരു ഫാറ്റി ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പൊ ക്രീമിന് നമ്മുടെ ഈ നിവ്യയുടെ ക്രീമിന് ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഫോർമുലേഷനെ ഒന്ന് സ്റ്റേബിൾ ആക്കാനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത് ഫീൽ ഉണ്ടായിരുന്നു അല്ലെ, കുറച്ച് കട്ടിയായിരുന്നു എന്നുള്ളൂ, പക്ഷെ സ്മൂത്ത് ഫീൽ കൊടുക്കാനൊക്കെ ഈ ഒരു സെറ്റിറൈൽ ആൽക്കഹോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൽക്കഹോൾ എന്ന് നോക്കുമ്പോൾ പിടിക്കേണ്ട സെറ്റിറൈൽ ആൽക്കഹോൾ ആണ്. ഇനി ഈ പ്രൊഡക്റ്റിനകത്ത് SPF 15 ഉണ്ടെന്നും ഇതിനകത്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഡേ ക്രീമും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമല്ല, ആ ഒരു ഡേ ക്രീം ഫോർമുലേഷൻ അതിനെ ഒരു കുറച്ചും കൂടെ കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലാണ് SPF-ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു നിവ്യയുടെ ഫോർമുലേഷൻ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സിമ്പിളിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. നിവ്യയിൽ ഹൈഡ്രേഷൻ്റെ ഒപ്പം റിച്ച് സ്കിൻ ഫീലും നറിഷ്മെന്റും കൂടാതെ തന്നെ ഒരു ഡേ ടൈം പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ഫോർമുലേഷനിൽ. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രൊഡക്ട്സിന്റെയും കാറ്റഗറി അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് സെയിം ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ അത് വരുന്ന രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷൻ ആണെങ്കിൽ പോലും രണ്ടും കൊടുക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യും, ഡ്രൈ സ്കിന്നാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ഓൾറെഡി സെബം പ്രൊഡക്ഷൻ ഉണ്ട്. ഒരുപാട് ഓയിൽസും ബട്ടേഴ്സും ഒന്നും ഉള്ള പ്രൊഡക്റ്റ് ഫേസിലേക്ക് ആവശ്യമില്ല. ഇനി അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിവ്യ പോലുള്ള പ്രൊഡക്ട്സ് കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോഴ്സ് ഒക്കെ ബ്ലോക്ക് ആവാനും കൂടുതൽ ആക്നേസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. നമുക്ക് അത്രയും ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഓയിലിന്റെ ആവശ്യമില്ല. പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ളത് പോലെ വർക്ക് ആവില്ലായിരിക്കും. നിങ്ങൾക്ക് പിന്നെയും ഡ്രൈ ആവുന്ന പോലെ തോന്നും. ഇത് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ നിവ്യയിലുള്ള ഷിയ ബട്ടറും അതുപോലുള്ള ഓയിൽസും അർഗൻ ഓയിലും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ടിൻ്റെയും പേർപ്പസ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണെന്നുണ്ടെങ്കിലും രണ്ടും തരുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് രണ്ട് പ്രൊഡക്റ്റും ആ ഒരു ഡിഫറെന്റ് ഫീൽ തരുന്നത്. ഓക്കെ, വെതറൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പം ചിലപ്പം നല്ല തണുപ്പുള്ള സമയത്തും ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ നിവ്യ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് സമ്മറൊക്കെ ആയിട്ടുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളിന്റെ യൂസ് ചെയ്യാം. ഓക്കെ, ഓരോ ഫോർമുലേഷനും അതിൻ്റെതായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഇനിയൊരു മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ പാക്കേജിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ ഇതൊന്നും മാത്രം നോക്കാണ്ട് ആ ഫോമുലേഷൻ എൻ്റെ സ്കിന്നിന്, നിങ്ങളുടെ സ്കിന്നിന് എങ്ങനെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചു നോക്കുക. നിങ്ങൾ ആരെങ്കിലും പറയണത് കേട്ട് മേടിക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക. അതുകൊണ്ടാണ് എനിക്ക് കോസ്മെറ്റിക് സയൻസ് കൂടുതൽ ഇഷ്ടം. കാരണം ഇതൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, പകരം ആ പ്രൊഡക്റ്റ് മനസ്സിലാക്കാനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ഫോമുലേഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കമൻറ്റ് ചെയ്യുക. നമുക്കതിനെ കൂടുതൽ വിശദമായിട്ട് അനലൈസ് ചെയ്യാനും സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമെന്നും എല്ലാം നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ലാബ് ബൈ ഷ്യാമിലി.